കേരളത്തിൽ UDF തരംഗം ആഞ്ഞടിച്ചപ്പോഴും പാർലമെന്റിലേക്ക് ഇടതു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച മണ്ഡലമാണ് ആലപ്പുഴ. ഇത്തവണ ആലപ്പുഴ സീറ്റ് കൂടി പിടിച്ചടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് KC വേണുഗോപാലിനെ രംഗത്തിറക്കിയത്. ശക്തമായ മത്സരമായിരുന്നു ആലപ്പുഴയിൽ പ്രകടമായത്. കേരളത്തിൽ നിന്നും ലോക്സഭയിലെത്തിയവരിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച MP-മാരിൽ ഒരാളായിരുന്നു ആരിഫ്. ശക്തമായ UDF തരംഗമുണ്ടായിരുന്നപ്പോഴും കേരളത്തിന്റെ കനലായി മാറിയ മണ്ഡലമായിരുന്നു ആലപ്പുഴ. ഇത്തവണ ആരിഫിനെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമൻ എന്നറിയപ്പെടുന്ന KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാനെത്തിയത്. BJP സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ കൂടി എത്തിയതോടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായി ആലപ്പുഴ മാറി. ഇത്തവണയും മണ്ഡലം നിലനിർത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതു സ്ഥാനാർത്ഥി ആരിഫ്. ഞാൻ എക്സിറ്റ് പോൾ ഫലങ്ങളെയൊന്നും കാണുന്നില്ല. കാര്യം എക്സിറ്റ് പോൾ ഫലങ്ങൾ പലപ്പോഴും തെറ്റാറുണ്ട് എന്ന് നമുക്കറിയാം. കാര്യം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മാത്രം എടുത്താൽ മതി, അതുപോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ എടുത്താൽ മതി. നിങ്ങളെ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള പല പ്രവചനങ്ങളും തെറ്റുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് മാധ്യമങ്ങൾ പലപ്പോഴും, പ്രത്യേകിച്ച് ആലപ്പുഴ മണ്ഡലത്തിൽ മാധ്യമങ്ങൾ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് ഉറപ്പായിട്ടും എനിക്ക് എക്സിറ്റ് പോൾ ഫലങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എങ്ങനെ പറഞ്ഞാലും ഞാനത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് യാതൊരുവിധ ആശങ്കയുമില്ല. 7 നിയമസഭാ മണ്ഡലത്തിൽ 5 ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് ജയപ്രതീക്ഷയുമുണ്ട്. എന്നാൽ 3 തവണ MLAയും 2 തവണ MP-യുമായി തെരഞ്ഞെടുക്കപ്പെട്ട UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലും വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. എന്നാൽ പോളിംഗ് ശതമാനത്തിൽ വന്ന കുറവ് UDF ക്യാമ്പിന് ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, ആലപ്പുഴ.